ഇന്ന് നമുക്ക് കോട്ട ഫുൾക്കാരിയിൽ കട്ട് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. ലൈറ്റ് ഷെയ്ഡ്സിലും ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിലും ഒക്കെ ഉള്ള കുറച്ച് കളക്ഷൻസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേജ് കാണുന്നവരൊന്ന് ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയും നമ്മുടെ കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യുന്ന കസ്റ്റമേഴ്സ്, അവരിൽ നിന്ന് നമ്മൾ നറുക്കിട്ട് വിന്നേഴ്സിനെ തിരഞ്ഞെടുത്ത് അവർക്ക് നമ്മൾ ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിൽ രണ്ട് സൈഡിലും ഇതേപോലെ കട്ട് വർക്ക് ചെയ്ത് വന്നിട്ടുള്ള സാരിയാണ്. ഫുൾക്കാരി നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസാട്ടോ. ഇതാണ് എൻ്റെ ഡിസൈൻ വരുന്നത്. കോട്ട ഫുൾക്കാരിയിൽ ഇതേപോലെ കട്ട് വർക്ക് ഡിസൈൻ വന്നിട്ടുള്ള സാരി. മുന്താണി വരുമ്പോൾ മുന്താണിയിലും ഇങ്ങനെ കുറച്ച് വീതിയിൽ കട്ട് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. 3280 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ബ്ലൗസ് പീസിൽ നമുക്ക് സ്ലീവിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് എൻഡിലും ഈ ഒരു കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലൗസ് പീസിൻ്റെ രണ്ട് എൻഡിലും ഈ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. 3280 റേഞ്ചിൽ വരുന്ന സാരീസാണ് ഇത്. ഫുൾക്കാരി കട്ട് വർക്കിൽ നമുക്ക് പല ഡിസൈൻസ് വരുന്നുണ്ടെങ്കിലും ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ. ഇത് നല്ല ഒതുങ്ങിയിരിക്കുന്ന നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. അതിനകത്ത് ഒത്തിരി ഇങ്ങനെ ഭയങ്കര ഹെവി വർക്കുമല്ല. അപ്പോൾ നല്ല ഒതുങ്ങിയിരിക്കുന്ന പാറ്റേൺ, നല്ല മെറ്റീരിയലാണ്. ഇതാണ് മുന്താണി. സാരി നമ്പർ 1. അടുത്തത് വരുന്ന അതിൻ്റെ ഒരല്പം ഒരു പർപ്പിൾ ബ്ലെൻഡ് ചെയ്ത ഒരു ലാവൻഡർ ടോൺ. സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. അതെ, സാരി നമ്പർ 2. ഒരു പർപ്പിൾ ബ്ലെൻഡ് ലാവൻഡർ. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. ബ്ലൗസ് സെയിം തന്നെ. നമുക്ക് കട്ട് വർക്കിൻ്റെ സ്ലീവ് ആൻഡ് ബോർഡറിൽ കട്ട് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ബ്ലൗസ്. സാരി നമ്പർ 2. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആട്ടോ. സാരി നമ്പർ 3. ഇതൊരു ലാവൻഡർ ടോൺ. സാരി നമ്പർ 3 ലാവൻഡർ. സാരി നമ്പർ 3 ലാവൻഡർ. ആദ്യത്തെ അല്പം ഒരു പർപ്പിൾ ബ്ലെൻഡ് ചെയ്ത ലാവൻഡറാണ്. ഇത് കുറച്ചും കൂടെ ലൈറ്റർ ലാവൻഡർ. സാരി നമ്പർ 4 പീച്ച്. സാരി നമ്പർ 4 പീച്ച്. മുന്താണി ഇങ്ങനെ വരും. സാരി നമ്പർ 5 വരുമ്പോൾ ലാവൻഡറാണ്. ഇപ്പോൾ ലാവൻഡറിൽ നമുക്കിതിനകത്ത് വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ത്രെഡിൻ്റെ ഒരു കളർ ചേഞ്ച്, അതായത് എംബ്രോയിഡറി വർക്കും കട്ട് വർക്കും ചെയ്ത് വന്നിരിക്കുന്ന ത്രെഡിൻ്റെ ഒരു കളർ ചേഞ്ചാണിത്. ബാക്കി കളർ സെയിം ആട്ടോ. ആദ്യം കാണിച്ച ലാവൻഡറും ഇതുമായിട്ട് കളർ സെയിം ആണ്. ജസ്റ്റ് ആ എംബ്രോയിഡറി കട്ട് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ത്രെഡിൻ്റെ ഒരു കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സാരി നമ്പർ 6. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ യൂണിഫോം ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്ന സാരീസാട്ടോ. ഒരു പർപ്പിൾ ടോൺ. സാരി നമ്പർ 6. മുന്താണി ഇങ്ങനെ വരും. സാരി നമ്പർ 7 വരുമ്പോൾ ഒരു ബ്ലൂ, അതായത് ഒരു സ്കൈ ബ്ലൂ ചേർന്ന് വരുന്ന ഒരു ഷെയ്ഡ്. മറിഞ്ഞുപോയി മടക്കിയത്. മുന്താണി ഇങ്ങനെ വരും. അടുത്തത് വരുന്നത് നമുക്കൊരു പേൾ ക്രീം ഷെയ്ഡിൽ 8. സാരി നമ്പർ 8 പേൾ ക്രീം ഷെയ്ഡിൽ ഇതേപോലെ ഒരു പീച്ച് ഡിസൈനിൽ ഇങ്ങനെ കട്ട് വർക്ക് വന്നിരിക്കുന്ന സാരീസ്. ഇതിൻ്റെ റേറ്റ് എത്രയാണ്? റേറ്റ് സെയിം റേറ്റ് തന്നെയാണ്. 3280.
ബ്ലൗസിൽ നമുക്ക് കട്ട് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ബ്ലൗസാണ് കേട്ടോ. ഇതേപോലെ സ്ലീവ് എൻഡിൽ കട്ട് വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അടുത്തത് പേൾ ക്രീമിൽ സാരി നമ്പർ 9 പേൾ ക്രീമിൽ ഒരു ലാവൻഡർ കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ലാവൻഡറിലാണ്. ഇതേപോലെ തന്നെ ബ്ലൗസ് സാരി നമ്പർ 9. മുന്താണി അതിൻ്റെ ബ്ലൗസ് സെപ്പറേറ്റ് ആട്ടോ. സാരി നമ്പർ 10 വരുമ്പോഴും ആ ഒരു ലാവൻഡർ പർപ്പിൾ തന്നെയാണ് ത്രെഡിൻ്റെ കളറ്. ബോഡിയിലെ ഡിസൈൻ ഡിഫറെൻറ്റാണ്. പേൾ ക്രീം ഷെയ്ഡിൽ വരുന്ന സാരീസ്. മുന്താണി ഫുൾ വിടർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. അതിൻ്റെ കളറ് കാണിച്ചാൽ മതിയല്ലോ. അടുത്തത് വരുന്നത് പേൾ ക്രീമിൽ തന്നെ ഇതാണ് ബോഡി ഡിസൈൻ വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണിലാണ് എംബ്രോയ്ഡറി വന്നിരിക്കുന്നത്. സെയിം കളറിൽ തന്നെ വരുന്ന ബ്ലൗസ് വിത്ത് സ്ലീവ് ആൻഡ് ബോർഡർ. 11 12 വരുമ്പോൾ ബ്ലാക്ക്. പിന്നെ അതുകൊണ്ട് ബ്ലാക്കാണ് എംബ്രോയ്ഡറിയുടെ കളർ വരുന്നത്. മുന്താണി സെയിം ടോൺ വന്നിട്ട് നമുക്ക് സ്ലീവ് എൻഡിൽ കട്ട് വർക്കും എംബ്രോയ്ഡറിയും കൂടെ വരുന്ന ബ്ലൗസ്. 13 ബ്ലാക്ക് തന്നെ. ഇതിൻ്റെ ബോഡിയിലെ ഡിഫറൻസാണ് കേട്ടോ. ബോഡിയിലെ ഡിസൈൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഫോർട്ടീൻ വരുമ്പോൾ 14 വരുമ്പോൾ ഒരു ബ്രൗണും പർപ്പിളും കൂടെ ചേർന്ന പോലുള്ളൊരു ഷെയ്ഡിലാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. മുന്താണി ഇങ്ങനെ വരും. 15 വരുമ്പോൾ ബ്ലാക്ക് തന്നെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. കോട്ട ഫുൾക്കരിയിലെ കട്ട് വർക്ക് സാരീസ് നമുക്ക് പല റേറ്റിൽ വരും. ബിലോ 2000 റേറ്റിൽ വരുന്ന സാരീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ്ങിനും മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിലും വർക്കിൻ്റെ ക്വാളിറ്റിയിലും ഡിഫറൻസ് ഉണ്ടാകും. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കോട്ട ഫുൾക്കരിയിൽ കട്ട് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നമ്മൾ പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.